ഇന്നേ ക്യാരറ്റ് വെച്ച് നമുക്കൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ഈ ക്യാരറ്റ് ഒന്ന് കഴുകി റെഡിയാക്കി എടുത്തിട്ട് വരാവേ. നമുക്ക് ഈ ക്യാരറ്റിന്റെ തൊലി അങ്ങ് വൃത്തി കളഞ്ഞിട്ട് കഴുകിയെടുക്കാം. അപ്പൊ നമ്മളെ ക്യാരറ്റ് എല്ലാം കഴുകി തൊലിയെല്ലാം കളഞ്ഞ് സെറ്റപ്പ് ആക്കി എടുത്തിതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വേറൊന്നിനും അല്ല കേട്ടോ. നമുക്ക് ഇതുകൊണ്ട് നല്ല സൂപ്പർ ഒരു അച്ചാർ ഇടാവേ. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നന്നായി ചൂടായി. ഇനി നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ ചൂടായി, അതിലോട്ട് നമുക്ക് ഈ ക്യാരറ്റിനെ ഒന്ന് വഴറ്റിയെടുക്കാവേ. ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി കേട്ടോ. ആ ഒരു പൊട്ടല് ചെറുതായിട്ട് നിൽക്കുന്നിടം വരെ, അല്ലാതെ ഭയങ്കര വെന്ത് പോയേക്കരുത്. അപ്പൊ നമ്മുടെ ക്യാരറ്റിന്റെ പൊട്ടലൊക്കെ ഏകദേശം നിന്നു. ഇനി നമുക്ക് ഇനി കോരിയെടുക്കാം കേട്ടോ. നമുക്ക് അതേ എണ്ണയിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പൊട്ടട്ടെ. ഇനി ഉലുവ ഇട്ട് കൊടുക്കാം, കറിവേപ്പില, നമ്മുടെ വെളുത്തുള്ളി ഇട്ട് അതിലോട്ട് തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കാം, പച്ചമുളക്. ഇത് നന്നായി നമുക്കിനി ഗോൾഡൻ കളർ ആവുന്നിടം വരെ വഴറ്റാം. നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി വഴന്നു വന്നു. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് കാശ്മീരി മുളക് പൊടി അല്ലാത്ത കൂടി ഞാൻ മിക്സ് ചെയ്തതാണ്. അതൊരു 3 സ്പൂൺ ഇടാം. ഇനി മഞ്ഞൾപ്പൊടി. ഇനി നമ്മുടെ അച്ചാറിന് കായവും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇതിനൊന്ന് മൂപ്പിക്കാവേ. സ്റ്റവ് ഓഫാക്കി വെച്ചിട്ട് ചെയ്താൽ മതി, അല്ല കരിഞ്ഞു പോകും. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ ക്യാരറ്റിന് പുളിയൊന്നും ഇല്ലല്ലോ, അപ്പൊ നമുക്ക് ഇച്ചിരി വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ. ഇനി എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലോട്ട് നമ്മുടെ ക്യാരറ്റിനെ കൂടി ഇട്ട് കൊടുക്കാം. ആ എണ്ണ ഒന്നും കളയണ്ട, നല്ല എണ്ണയല്ലേ. ഇനി നന്നായിട്ട് യോജിപ്പിക്കാവേ. നമ്മുടെ അച്ചാറിലെ ചെറിയൊരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കുക കേട്ടോ. അതെന്നാന്ന് വെച്ചാൽ എരിവും പുളിയും എല്ലാം കൂടി ഒരു ബാലൻസിൽ നിൽക്കും, നല്ല രുചി ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ അച്ചാർ കണ്ടല്ലോ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിലൊന്നും അച്ചാറില്ലാതിരിക്കുന്ന സമയത്ത് വേഗം ചെയ്യാൻ പറ്റിയ അച്ചാർ കേട്ടോ ഇത്. അപ്പം ഇച്ചിരി ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല രസമുണ്ട്. ഇച്ചിരി ചക്ക വേവിച്ചതൊക്കെ വേണം ഇതിൻ്റെ കൂടി. അപ്പം കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ ക്യാരറ്റ് വെന്ത് പോയിട്ടൊന്നുമില്ല. ആദ്യം നമ്മളൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്താലേ ഉള്ളൂ സംഭവം. അത് കഴിഞ്ഞിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തപ്പോഴത്തേനും നല്ല പുളിയെല്ലാം പിടിച്ചു വരുന്നുണ്ട്. ശരിക്കും അച്ചാർ ഒരു 2 ദിവസം ഇരുന്നാൽ സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അല്ലാതെ ഇട്ട പാടെ എടുത്ത് തിന്നുമ്പോൾ അത്ര ടേസ്റ്റ് വരത്തില്ല. പക്ഷെ 2 ദിവസം ആകുമ്പോഴത്തേനും നല്ല രുചി ഉണ്ടാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അടിപൊളിയായിരിക്കും.